ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എന്താണെന്നറിയാമോ, ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യുന്നത്. ഞായറാഴ്ച ഭയങ്കര തിരക്കും കാര്യങ്ങളായിരിക്കില്ലേ, നമുക്ക് എന്നും തിരക്കാണ്, പക്ഷെ ഞായറാഴ്ച ഒന്നും കൂടെ തിരക്കായിരിക്കും. അപ്പോൾ അത് കാരണം ഞായറാഴ്ച എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല കേട്ടോ. തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. കണ്ട് എല്ലാവർക്കും ഒരു 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 കൊടുത്ത ഒരു ഹായ് കണ്ടില്ലേ, ഹായ് തരുന്ന കേട്ടമ്മ. എല്ലാവർക്കും ഒരു ഹായ്, ഒന്നും കൂടെ ഹായ് കൊടുത്തേ, ഹായ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. ലോങ് വീഡിയോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇടാറില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വീഡിയോ കാണും കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ എൻ്റെ മോൻ്റെ കുളിയും അതുകൂടാതെ നമ്മുടെ ഞായറാഴ്ചത്തെ കുഞ്ഞു തിരക്കുകളും എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഓടി പണി ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതാണ് തിരക്കായതുകൊണ്ട്. എന്നാലും കുറച്ച് വീഡിയോ ഒക്കെ ഈവനിങ് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ഷെയറൊക്കെ ഒന്ന് ചെയ്യണം, ഹൈപ്പൊക്കെ ചെയ്യണം കേട്ടോ. ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്, തിങ്കളാഴ്ചത്തേക്ക് കേട്ടോ. ഞാൻ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഞാൻ. നിങ്ങൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ഒന്നും അറിയരുത്. അപ്പോൾ എല്ലാം കൂടെ രാവിലെയും മോനെ കുളിപ്പിക്കുന്നതും എല്ലാം കൂടെ ഇട്ടൊരു വീഡിയോ ഞാൻ കണ്ടൻറ്റ് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അവനെ ഇരിക്കുന്ന വൈകുന്നേരമായി. അപ്പോൾ ഞാനിവിടെ കുറേ പണികൾ അടുക്കളയിലൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൻ്റെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിനാണ് ഈ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് നല്ല അനുസരണയുള്ള മകനായിട്ട് ഇരുന്ന് കുളിക്കുന്നുണ്ടോ. അധിക പ്രസംഗിയായിട്ട് വരുന്ന കേട്ടോ. രാവിലെ ഒരു വഴക്ക് ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കാൻ ഒരു വഴക്ക്, ബിസ്ക്കറ്റ് തുപ്പിക്കളയുക. കണ്ടോ അച്ഛൻ കുളിപ്പിക്കുന്നത് കുളിപ്പിച്ച് സുന്ദരനൊക്കെ ആയോ. എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ. ഇടക്കിടക്ക് മൂശാട്ട വരുമോ അവന്. കാതിലൊക്കെ കേട്ടോ. കുളിയൊക്കെയാണ് സൺഡേ കുളിയാണ് കേട്ടോ. നമ്മൾ സൺഡേ ആണ് കുളിപ്പിക്കുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായില്ലേ. കൊച്ചോ ഇല്ലാളി വീരൻ വഴക്കാളി കൊച്ചോ നോക്കണ്ടേ എന്നെ, ചെറുകി വീഴും. കുബുവോ നിൽക്കുക, അച്ഛൻ തുടക്കട്ടെ നിൽക്ക്. 3 ടർക്കി ഇട്ടാൽ തുടക്കുന്നത് കേട്ടോ. പോന്ന് ഇപ്പോൾ ഇത്ര അനുസരണക്കേട് വന്നിട്ടുണ്ട്. വയസ്സായി വരുന്തോറും അനുസരണക്കേടാണ് ഇപ്പോൾ ഇച്ചിരി അനുസരണക്കേടാണ് കേട്ടോ മോന്. നല്ല അനുസരണക്കേട് വരുന്നുണ്ട് വയസ്സായി വരുന്തോറും. 3 ടർക്കിയാണ്. 3 ടർക്കി, ഒരു വലിയ ടർക്കി, പിന്നെ ഒരു രണ്ടാമത്തെ തൂർത്ത്. അടുത്തത് നോക്കട്ടെ. അവിടെ നിൽക്കേ, സ്റ്റേ. അധിക പ്രസംഗി. മോന് ദേഷ്യം വരുമല്ലോ ഇടക്കിടക്ക്. അതുപോലെ മമ്മിക്ക് ഇടക്കിടക്ക് ദേഷ്യം വരുവേ. സ്കൂബിക്ക് ദേഷ്യം വരുമോ ഇടക്കിടക്ക്, വഴക്കാളി. ഇന്ന് ബിസ്ക്കറ്റ് തിന്നാൻ ഒരിത്തിരി കൊടുക്കുന്നുണ്ടോ, നിന്നൊക്കെ കൊടുക്കുന്നത്. ഇനി ഒരു ടർക്കി തുടക്കട്ടെ, കഴുത്തൊക്കെ തുടക്കട്ടെ. പൊന്നീൻ്റെ എല്ലാ ടർക്കികളും ഇന്ന് മിഷ്യനിലിട്ട് കഴുകണം. ഇത് 3ാമത്തെ ടർക്കി. ഇനിയിപ്പോൾ മുകളിലൊരു ഓട്ടം ഉണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. ഒക്കെ തുടച്ചതാണ് കേട്ടോ. നമ്മൾ 2 നേരമൊക്കെ തുടക്കുന്ന തറയാണ്, അതിൻ്റെ കുഴപ്പമില്ല. ഓട്ടമാണ് കണ്ടു ഓടുന്നു. അത് അടച്ചിരിക്കുന്നത്, അത് കാറ്റുള്ളതുകൊണ്ട് അടച്ചതാ പൊന്നാ. ഓടിക്കോ കറങ്ങുന്നുണ്ട്, വെയിലത്ത് കറങ്ങുന്നതാണ് കേട്ടോ. കുളി കഴിഞ്ഞൊരു വെയിൽ, നല്ല ചൂട്. ഓടുന്നില്ലേ ഇന്ന്? പക്ഷെ വെയിലത്ത് ഇത്രയേറെ നിൽക്കുന്നതാണേ. ഉച്ചത്തെ കുളിയും ഫുഡ് കഴിക്കലും ബിസ്ക്കറ്റും ഉറങ്ങി 5 മണി വരെ. ഇന്നൊരു ചെറിയ മഴക്കാറുണ്ട്, പക്ഷെ ഭയങ്കര ചൂട് കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ തറയിൽ കിടക്കണം, കാണിച്ചു തരാം. തറയിൽ കിടക്കുന്ന തറയിൽ കണ്ടില്ലേ.
തറയിൽ കിടക്കണം, തറയിൽ ചൂടായിട്ടേ. നാളെ തിങ്കളാഴ്ചയല്ലേ, അപ്പം നമ്മളുണ്ടല്ലോ ബീട്രൂട്ടും ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാരറ്റ്, മൂസാമ്പി ഉണ്ടെങ്കിൽ മൂസാമ്പി, നെല്ലിക്ക എല്ലാം കൂടെ ജ്യൂസ് അടിച്ച് ഞാനൊരു ഫ്രിഡ്ജിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി തുടങ്ങുന്ന എല്ലാം ചെത്തി അത് ജ്യൂസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുടിക്കാം. അതായത് നെല്ലിക്ക, ക്യാരറ്റ് അടിയിൽ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ ജ്യൂസാക്കി, നമ്മൾ അപ്പം അടിക്കാനൊന്നും ടൈമില്ല, ഇതെല്ലാം കൂടെ ഇടും. ഇന്ന് മൂസാമ്പി ഇല്ല, അപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്കയും. മൂസാമ്പി ഉണ്ടെങ്കിൽ മൂസാമ്പി, ഓറഞ്ച് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലേക്ക് ഒരു തൂക്കിലാക്കി വെക്കും കേട്ടോ. എന്നിട്ട് പിള്ളേർക്കും കൊടുക്കും, ഞാനും കുടിക്കും, എൻ്റെ ഭർത്താവും കുടിക്കും, അങ്ങനെ കേട്ടോ. ഇതിലൊക്കെ ഒരുപാട് കാൽസ്യം ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതൊരു പണി. ഞായറാഴ്ച പണികളൊക്കെ ഇതാണ്. ഇതിപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം ഞങ്ങൾ ജ്യൂസ് ഒന്നിച്ച് അടിച്ച് വെക്കും കേട്ടോ. അരി ഉഴുന്നും അരച്ചുകൊണ്ടിരിക്കണം നാളത്തെ ദോശയ്ക്കൊക്കെ. നാളെ തിങ്കളാഴ്ചയില്ലേ, അപ്പോൾ എല്ലാവരും പോകുമല്ലോ. അപ്പോൾ അത് കാരണം അരി ഉഴുന്നിൻ്റെ അരക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടില്ലേ, ഇതൊക്കെയാണ് പണി ഞായറാഴ്ചത്തെ. ഒരു മഴക്കാറ് വന്നിട്ട് അതിൻ്റെ ഇരട്ടി ചൂടും. നമ്മളെ തറ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമൊക്കെ തുടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ കിടക്കുന്നതാണ്, അവൻ കിടന്ന് കാണുന്നത്. നല്ല തണുപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പോൾ ഇത് ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്ക. ചിലപ്പോൾ ഞാൻ നെല്ലിക്കയും ബീട്രൂട്ട്, ക്യാരറ്റും, മൂസാമ്പി ഉണ്ടെങ്കിൽ മൂസാമ്പി, ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച്, ഇതിലൊരു നാരങ്ങയും പിഴിഞ്ഞ് കുറച്ച് ഇന്നിപ്പ്, എന്നിട്ട് ഈ പാത്രത്തിലൊക്കെ ഇതുപോലത്തെ വലിയ പാത്രങ്ങളുണ്ട്, വലിയ ഫ്രൂട്ട് ഇതിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് നമ്മൾ അപ്പം അടിക്കാൻ നിൽക്കണ്ടല്ലോ. ഇന്നത്തെ പണിയൊക്കെ അതാണ്. 2 ദിവസം കഴിയുമ്പോൾ ഇത് തീരും കേട്ടോ. പിന്നെയും അടിക്കും, പിന്നെയും മേടിച്ച് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞായറാഴ്ചത്തെ തിരക്കുകളാണ് കേട്ടോ. ഞായറാഴ്ച മാത്രമല്ല, എപ്പോഴും ഇപ്പോൾ നാളത്തേക്കുള്ള മാവ് നമ്മൾ അരച്ച് വെച്ച് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാമോ, നാളത്തേക്കുള്ള മാവ് അരച്ച് വെക്കാം. നാളെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഉച്ചത്തേക്കുള്ള സാമ്പാർ, ചാറ് കറിയും കൂടെ ബാക്കി സാമ്പാർ. മാവ് അരച്ചാൽ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി മാവെടുത്ത് വെക്കാം. ഈ ഗ്യാസ് ഇപ്പോൾ കിട്ടി കേട്ടോ. 35 ദിവസത്തിന് ശേഷം ഗ്യാസ് കിട്ടി. എന്നാലും ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസിലായിട്ട് വെക്കുന്നു. അപ്പോൾ അതെ മാവായി, ജ്യൂസായി, കണ്ടില്ലേ. അപ്പം ജ്യൂസിൻ്റെ നമ്മൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ കൊത്തില്ലേ, അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അത് ശരീരത്തിലൊക്കെ നമുക്ക് തേക്ക്, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് ഇന്നത്തെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ തിങ്കളാഴ്ച എന്താണെന്നറിയാമോ, ഇതൊക്കെ നമുക്ക് മുഖത്ത് നെല്ലിക്കയുടെ ഇത് ഞാൻ കളഞ്ഞു കേട്ടോ. നെല്ലിക്കയുടെ ഇത് കളഞ്ഞിട്ട് ഇത് ബീട്രൂട്ട്, ക്യാരറ്റാണ്. അപ്പോൾ നമുക്കിത് ശരീരത്തിൽ തേക്കുകയോ മുഖത്തേക്കൊക്കെ ചെയ്യാം, വെറുതെ കളയണ്ടല്ലോ. പൊന്നിൻ്റെ എച്ചിയൊന്നും അല്ല, അത് മീമിയാണ്. അത് മീമിയാണ് കേട്ടോ. ഇത് മീമിയാണ്. ഇത് പൊന്നിൻ്റെ എച്ചിയല്ല. പൊന്നിൻ്റെ ഇറച്ചി മമ്മി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വേവിച്ച് വെച്ചു. വന്ന് ഈ ഇരിപ്പ് വേണ്ട അടുക്കളയിൽ ഇങ്ങനെ വന്ന് കാത്തു കുത്തിയിരിക്കണ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പണി ചെയ്തിരുന്നാലും താഴെ വന്ന് കാത്തു കുത്തിയിരിക്കും. പോയി അച്ഛനടുത്തിരുന്നോട്ടെ, ആ മമ്മി തരാം, പൊക്കോ. മമ്മി സമയത്ത് മോന് തരും മെഡിസിനും എല്ലാം. വെള്ളം കുടിച്ചോ. മുഖം തുടക്കാൻ വന്നതാണ്. എന്നാ തുടച്ചോ. അവൻ്റെ ടർക്കി ഇവിടെ കിടക്കുന്നതാണല്ലോ. തുടച്ചു. നല്ല വൃത്തിയുള്ള മോനാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂശാട്ട സ്വഭാവമൊക്കെ വരും. പൊക്കോ ചേച്ചിയുടെ പറക പോകുന്ന എന്താണ് തരാടാ ചോദിച്ചു വെച്ചിരിക്കേണ്ട തരാം. അതായത് ചേച്ചിയുടെ അടുത്ത്, ചേട്ടൻ്റെ അടുത്ത് പോയേ നീ. എന്താണ് ന്യൂസ് കേൾക്കണം? അവൻ ചെന്ന് കിടക്കുള്ളൂ, അതാണ് കാര്യം. അച്ഛൻ പോയി, അവൻ്റെ ടൈമായി. അച്ഛൻ പോയി കിടന്നാൽ അവനും കിടക്കും. നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അതുവരെ